കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ശുചിമുറി മാലിന്യം തള്ളി. ഇന്ന് പുലർച്ചെയാണ് ടാങ്കർ ലോറിയിൽ എത്തിച്ച മാലിന്യം പ്രദേശത്ത് തള്ളിയത്. ചോദ്യം ചെയ്ത നാട്ടുകാരെ ലോറി ഇടിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയും ഗൗരവമുള്ള പരാതിയും അവിടെ നിന്ന് വരികയാണ്. ഇന്ത്യാസ് കരീം വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഇന്ത്യാസ്, ഇത് ആരാണ് കൊണ്ട് മാലിന്യം തള്ളിയത് എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ടോ? പോലീസിന്റെ നടപടി തുടങ്ങിയിട്ടുണ്ടോ? രതീഷ്, താമരശ്ശേരി പോലീസിൽ താമരശ്ശേരിയിലെ നാട്ടുകാർ ഈ ലോറി ഡ്രൈവർക്കെതിരെയൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അതിൽ കേസെടുത്തതായിട്ടൊന്നും താമരശ്ശേരി പോലീസ് വ്യക്തമാക്കുന്നില്ല. പരാതിയുണ്ട് എന്ന് പോലീസും വ്യക്തമാക്കുന്നു. താമരശ്ശേരിയിലെ കോരങ്ങാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, IHRD ഗവൺമെന്റ് LP സ്കൂൾ, ഇങ്ങനെ 3 സ്കൂളുകളുള്ള പരിസരമാണിത്. അതിന്റെ സമീപത്തുകൂടിയാണ് ഈ നീർച്ചാൽ പോകുന്നത്. അവിടെയാണ് പുലർച്ചെ 3 മണിക്ക് ടാങ്കറിൽ എത്തിച്ചുകൊണ്ട് മാലിന്യം തള്ളിയത്. ഇത് ആദ്യത്തെ തവണയല്ല ഇങ്ങനെ മാലിന്യം തള്ളുന്നത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. 5 തവണയോളം കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് 5 തവണയോളം ഇതേ രീതിയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഇന്നലെ പുലർച്ചെ മാലിന്യം തള്ളിയത് അവിടെയുള്ള നാട്ടുകാർ ജംഷി ഉൾപ്പെടെയുള്ള 2-3 പേരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി അതവർ ചോദ്യം ചെയ്തു മാലിന്യം തള്ളിയത്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ അവരെ മർദ്ദിച്ചു എന്നാണ് ആരോപണം. പിന്നീട് പരാതിയാണ് താമരശ്ശേരിയിൽ നിന്ന് വരുന്ന. ഇന്ത്യാസ് ആണ് വിവരങ്ങൾ നൽകിയത്.